BJP അനുകൂല ക്രൈസ്തവ പാർട്ടി പ്രഖ്യാപിച്ച് കേരള ഫാമേഴ്സ് ഫെഡറേഷൻ. നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി. കേരള കോൺഗ്രസ് മുൻ MLA ജോർജ് ജെ മാത്യു ആണ് ചെയർമാൻ. BJP അനുകൂല പാർട്ടി എന്ന വിവരം പുറത്തു വന്നതോടെ പാർട്ടി രൂപീകരണ ചർച്ചയ്ക്കായി വിളിച്ച യോഗത്തിൽ നിന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി വിട്ടുനിന്നിരുന്നു. ഒരു മുന്നണിയുമായും ധാരണയില്ലെന്നും ഭാവിയിൽ എവിടെ പോകുമെന്ന് പറയാനാവില്ലെന്നും ജോർജ് ജെ മാത്യു പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞത്. പാർട്ടിയുടെ ഔദ്യോഗികമായ പേര് നാഷണൽ ഫാമേഴ്സ് പാർട്ടി എന്നാണ്. ഈ പാർട്ടിക്കകത്ത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കൈകോർത്ത് മുന്നോട്ട് പോവുകയാണെന്ന് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കില്ല എന്ന് പറയാനൊക്കെ അത് വേറെ കാര്യം. ജോസി ബാബു വിവരണം അയച്ചിരുന്നു. ജോസി, ഒരു മുന്നണിയിലും പോകില്ല എന്നാണോ ജോർജ് ജെ മാത്യു പറയുന്നത്? അജിംസ് പരസ്യമായി അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോഴും BJPയുടെ അനുഗ്രഹാശിസ്സുകളോടെയാണ് പുതിയ പാർട്ടി രൂപീകരണമെന്നത് പരസ്യമായ രഹസ്യമാണ്. BJP നേതൃത്വവുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ജോർജ് മാത്യു ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. അത്തരത്തിൽ പല ജില്ലകളിലും ചില യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ഇന്നലെ കോട്ടയത്തെ ഫാമേഴ്സ് ഫെഡറേഷന്റെ സമ്മേളനം വിളിച്ചു ചേർക്കുകയും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തു. ഇന്നലെ പോലും അദ്ദേഹം പാർട്ടി പ്രഖ്യാപനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും പാർട്ടി പ്രഖ്യാപനത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നു എന്നുള്ള വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ദേശീയ ഇലക്ഷൻ കമ്മീഷനിൽ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടപടികൾ, അതോടൊപ്പം ചിഹ്നമടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ വിഭാഗം നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള ഒരു പാർട്ടി എന്നതാണ് BJPയും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഫാർമേഴ്സ് പാർട്ടിയുടെ പ്രഖ്യാപനം കോട്ടയത്ത് നടന്നു. ദേശീയ കാർഷിക പാർട്ടി എന്നതാണ് അവർ വിഭാവനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് മാത്രമല്ല, വിവിധ ഇടങ്ങളിലുള്ള കാർഷിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ദേശീയതയിൽ അടിയുറച്ചുള്ളൊരു പാർട്ടിയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഏത് മുന്നണിയിലേക്ക് പോകും എന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പരസ്യ പ്രഖ്യാപനത്തിനില്ല എന്നും വ്യക്തമാക്കുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വന്യജീവി വിഷയങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനുമാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആയിരുന്നു ഇന്നലെ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ ചർച്ച ഉദ്ഘാടനം ചെയ്യേണ്ടതിരുന്നത്. അദ്ദേഹം അവസാന നിമിഷം ഇതിൽ നിന്നും പിന്മാറി. പ്രത്യേകിച്ച് സഭയ്ക്കകത്ത് ഈ വിഷയത്തിലൊരു ഭിന്നതയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP അനുകൂല നിലപാടെടുത്തുകൊണ്ട് ഒരു ക്രൈസ്തവ പാർട്ടി എന്നതിനെ സഭയിലെ ഒരു വിഭാഗം നേതാക്കൾ പിന്തുണയ്ക്കുന്നില്ല. അതിൽ മത നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. അത്തരം ആശയക്കുഴപ്പവും ആശങ്കകളുമാണ് ഏറ്റവും ഒടുവിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഒരു മുന്നണിയിലും ഏത് മുന്നണിയിൽ പോകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നതെങ്കിലും അതിന്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത് NDAയിലെ പ്രധാന ഘടകകക്ഷിയായ BDJSന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നതും ശ്രദ്ധേയമാണ്.